Hello everyone, welcome to Groww Malayalam. This is Shayas Rafia Moideen. ജീവിതത്തിലും ബിസിനസ്സിലുമൊക്കെ വലിയ നിലയിലെത്തിയ സക്സസ്ഫുൾ ആയ ആളുകൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കിയ നല്ല മാറ്റങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പേഴ്സണൽ ഫിനാൻസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെയും പുസ്തക വായന എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. വാറൻ ബഫറ്റ്, ബിൽ ഗേറ്റ്സ് പോലെയുള്ള ആളുകളൊക്കെ തന്നെ വായനാശീലം ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായും പേഴ്സണൽ ഫിനാൻസുമായും ബന്ധപ്പെട്ടിരിക്കുന്ന 5 മികച്ച പുസ്തകങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ പോവുകയാണ് നമ്മൾ. വെൽക്കം. നമ്പർ 1, ദ സൈക്കോളജി ഓഫ് മണി. എഴുതിയത് മോർഗൻ ഹൗസൽ. നമ്മുടെ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്ന 19 കഥകളാണ് ഈ ബുക്കിലുള്ളത്. ഒരാൾ സ്മാർട്ട് ആവുന്നതിനേക്കാൾ പണം ഡീൽ ചെയ്യാൻ കഴിയുക എന്നതിലാണ് കാര്യമെന്ന് ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. നമുക്കറിയാം, കോമ്പൗണ്ടിങ് എന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കോമ്പൗണ്ടിങ് നല്ല രീതിയിൽ വർക്ക് ആവണമെങ്കിൽ നമ്മൾ അതിനാവശ്യമുള്ള സമയം കൊടുക്കുക കൂടി വേണമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. മറ്റൊന്ന്, നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും തീരുമാനങ്ങളും എപ്പോഴും ശരിയാവണമെന്നില്ല. പക്ഷേ ആ തീരുമാനങ്ങളിൽ 50% മാത്രം ശരിയായാൽ പോലും ലോങ് ടേമിൽ നമുക്ക് നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും എന്നും ഈ പുസ്തകം കാണിച്ചു തരുന്നു. നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് വേണ്ടപ്പോൾ ചെയ്യാൻ പാകത്തിൽ സമയത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഫ്രീഡവും കഴിവും ഉണ്ടാവുക എന്നതാണ് അൾട്ടിമേറ്റ് വെൽത്ത് എന്നും ദ സൈക്കോളജി ഓഫ് മണി പറയുന്നു. നമ്പർ 2, ദ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ. എഴുതിയത് ബെഞ്ചമിൻ ഗ്രഹാം. ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ഗ്രഹാം എഴുതിയ ഈ പുസ്തകം അറിയപ്പെടുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്തെ ബൈബിൾ എന്നാണ്. ഇൻവെസ്റ്റർ ലെജൻഡായ വാറൻ ബഫറ്റ് അദ്ദേഹത്തിൻ്റെ ഷെയർ ഹോൾഡർ ലെറ്ററുകളിലും ഇൻ്റർവ്യൂകളിലും പല തവണ ഈ പുസ്തകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകം വളരെ പണ്ട് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ചില ഫോർമുലകളും ടെക്നിക്കുകളും ഇന്ന് വർക്ക് ആകണമെന്നില്ല. പക്ഷേ ഇതിലുള്ള വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ, പ്രിൻസിപ്പിൾസ് ഇന്നും പ്രസക്തമാണ്. ഈ പുസ്തകത്തിൽ നിന്നുമുള്ള നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട 3 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്തേത് സർക്കിൾ ഓഫ് കോമ്പീറ്റൻസ്. ഒരു ഇൻവെസ്റ്റർ അയാളുടെ നോളജിൻ്റെ ലിമിറ്റ് എത്രയാണ് എന്ന് അറിഞ്ഞിരിക്കുകയും അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യുകയുമാണ് വേണ്ടത്. നമ്മുടെ അറിവും കഴിവും വികസിപ്പിച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ ആ അറിവിനും കഴിവിനും അപ്പുറത്തേക്ക് പോയിട്ടുള്ള കളികൾ പാടില്ല. ഫോർ എക്സാമ്പിൾ, FMCG സെക്ടറിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ എന്ന് കരുതുക. ആ സെക്ടർ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബോധ്യമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും FMCG ബിസിനസ് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ജേണി തുടങ്ങുന്നത് തന്നെയാണ് നല്ലത്. അടുത്തത് മാർജിൻ ഓഫ് സേഫ്റ്റി. ഗ്രഹാം മുന്നോട്ട് വെച്ച പ്രിൻസിപ്പിൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. നമ്മുടെ വിശകലനത്തിൽ, അനാലിസിസിൽ നമുക്ക് തെറ്റുപറ്റിയേക്കാം എന്ന ഫാക്റ്റ് ഒരു ഇൻവെസ്റ്റർ എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കണം. അതുകൊണ്ട് തന്നെ 100 രൂപ വിലയുണ്ട് എന്ന് നമുക്ക് വിശ്വാസമുള്ള ഒന്നാണെങ്കിൽ പോലും അത് നമ്മൾ വാങ്ങേണ്ടത് 70നോ 80നോ ആയിരിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അടുത്ത പ്രിൻസിപ്പിൾ, ഒരു സ്റ്റോക്ക് സ്വന്തമാക്കുക എന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്വന്തമാക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുമ്പോൾ നമ്മൾ ആ കമ്പനി തന്നെയാണ് വാങ്ങുന്നത് എന്നതുപോലെ ആയിരിക്കണം ആ ഷെയറിന് നമ്മൾ കൊടുക്കേണ്ട മൂല്യം, വാല്യൂ. നമ്മുടെ സ്റ്റേക്ക് എത്ര ചെറുതാണെങ്കിലും അതിലൂടെ നമ്മൾ ആ കമ്പനിയുടെ ഒരു പാർട്ട് ഓണർ ആവുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കുറേ കാലത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള മനസ്സുണ്ടാകും നമുക്ക്. അതുതന്നെയാണ് ഒരു നല്ല ഇൻവെസ്റ്ററിൻ്റെ അടയാളവും. അവർ എപ്പോഴും അവരുടെ സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കില്ല, പകരം ഹോൾഡ് ചെയ്തു വെക്കും. നെക്സ്റ്റ് ബുക്ക്, കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ്. സൗരഭ് മുഖർജി, രക്ഷിത് രഞ്ജൻ, പ്രണബ് യൂണിയാൽ എന്നീ 3 പേരും കൂടി ചേർന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നറിയാനൊരു കൗതുകം ഉണ്ടാവും. 1900 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ബാങ്കുകൾ അത്ര പോപ്പുലർ അല്ലാതിരുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ അവരുടെ ക്യാഷ്, അതുപോലെ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തന്നെ കോഫി ക്യാനുകളിൽ സൂക്ഷിക്കുമായിരുന്നു ദീർഘകാലത്തേക്ക്. ഇൻവെസ്റ്റിങ്ങിലും നല്ല സ്റ്റോക്കുകൾ വാങ്ങി കുറേ കാലത്തേക്ക് ഹോൾഡ് ചെയ്തു വെക്കുന്ന അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ അത് ഈ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി, കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗ് എന്ന്. ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് 100 കോഴ്സിൽ കൂടുതലായിരിക്കണം. കമ്പനിക്ക് മിനിമം 10 വർഷമെങ്കിലും പ്രായമുണ്ടായിരിക്കണം. ആ 10 വർഷങ്ങളിലും കമ്പനി മിനിമം 10% റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ടാകണം. അതിനു പുറമെ കമ്പനിക്ക് മിനിമം 15% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ROCE ഉണ്ടായിട്ടുണ്ടാകണം ഓരോ വർഷവും. പിന്നെ ഫിനാൻഷ്യൽ കമ്പനികളാണെങ്കിൽ ഈ ROCEക്ക് പകരം നമ്മൾ ROE ആണ് നോക്കേണ്ടത്, റിട്ടേൺ ഓൺ ഇക്വിറ്റി. മാത്രമല്ല റവന്യൂ ഗ്രോത്തിന് പകരം ലോൺ ഗ്രോത്ത് ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഈ ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ബിസിനസ്സുകളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നും മറ്റുള്ള കമ്പനികളെ ഇഗ്നോർ ചെയ്യണമെന്നുമാണ് കോഫി ക്യാൻ ഇൻവെസ്റ്റിംഗിൽ പറയുന്നത്. ഇനി 4th ബുക്ക്, കോമൺ സ്റ്റോക്സ് ആൻഡ് അൺകോമൺ പ്രോഫിറ്റ്സ് ആൻഡ് അതർ റൈറ്റിംഗ്സ്.
എഴുതിയത് ഫിലിപ്പ് എ ഫിഷർ. ബെഞ്ചമിൻ ഗ്രഹാം കഴിഞ്ഞാൽ വാറൻ ബഫറ്റ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഈ ബുക്ക് എഴുതിയ ഫിലിപ്പ് എ ഫിഷറിനാണ്. വാറൻ ബഫറ്റ് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൻ്റെ 85% ഇൻഫ്ലുവൻസും ബെഞ്ചമിൻ ഗ്രഹാമിൽ നിന്നും 15% ഇൻഫ്ലുവൻസ് ഫിഷറിൽ നിന്നുമാണ് വന്നത് എന്ന്. ഈ ബുക്കിൽ ഫിഷർ പറയുന്നത് ഒരു സ്റ്റോക്ക് സെൽ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്നൊന്ന് ഇല്ല എന്നാണ്. 1988 ബർക്ക്ഷയർ ഹാത്തവേ ഷെയർ ഹോൾഡേഴ്സിനുള്ള തൻ്റെ ലെറ്ററിൽ വാറൻ ബഫറ്റും പറയുന്നുണ്ട്, മൈ ഫേവറേറ്റ് ഹോൾഡിംഗ് പീരിയഡ് ഈസ് ഫോർ എവർ എന്ന്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോൾഡിംഗ് പീരിയഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എല്ലാ കാലത്തേക്കും എന്നായിരിക്കും എന്ന്. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നോക്കേണ്ട 15 കീ പോയിന്റ്സ് ഈ ബുക്കിൽ ഫിഷർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ 2 പോയിന്റുകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണമെന്നും ഫിഷർ പറയുന്നു. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് പേഷ്യൻസ്, ക്ഷമ. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, മറ്റുള്ളവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതേപോലെ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ ചെയ്യുന്നതിൽ കാര്യമായ തെറ്റുകൾ ഉണ്ടാകാം. അതുകൊണ്ട് കൂട്ടത്തിൽ നിന്നും മാറി ചിന്തിക്കുന്ന, മാറി നടക്കുന്ന മെൻറ്റാലിറ്റി നമുക്കുണ്ടാകണം. ഇനി 5th ബുക്ക് ഒരു നീളമുള്ള പേരാണ്, ദ സൂറിച്ച് ആക്സിയംസ്, ദ റൂൾസ് ഓഫ് റിസ്ക് ആൻഡ് റിവാർഡ് യൂസ്ഡ് ബൈ ജനറേഷൻ ഓഫ് സ്വിസ് ബാങ്കേഴ്സ്. മാക്സ് ഗന്ധർ ആണ് ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം തുടങ്ങുന്നത് ഒരു ചോദ്യത്തോടെയാണ്. സ്വിറ്റ്സർലൻഡിനെ പോലെ പ്രകൃതി വിഭവങ്ങൾ എടുത്താലും കൃഷിയോഗ്യമായ ഭൂമി എടുത്തു നോക്കിയാലും ദരിദ്രമായ ഒരു ചെറിയ രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആളോഹരി വരുമാനവും ജീവിത നിലവാരവും ഉള്ളത് എങ്ങനെയാണ്? ഇതിൻ്റെ ഉത്തരമായി പുസ്തകത്തിൻ്റെ ഓഥർ പിന്നീട് വിവരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ പൗരന്മാർ റിസ്കുകളെ ഫേസ് ചെയ്യാനും മാനേജ് ചെയ്യാനും പഠിച്ചത് എങ്ങനെ എന്നാണ്. അതിന് കഴിഞ്ഞതുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം വളരെ ഹൈ ആയി നിൽക്കുന്നത്. സ്വിറ്റ്സർലൻഡ് ലോകത്തിൻ്റെ തന്നെ ബാങ്കായി മാറിയത് റിസ്കുകൾ ഉണ്ടായപ്പോൾ പേടിച്ച് ഇരുട്ട് റൂമിൽ കയറി നഖം കടിച്ച് ഇരുന്നിട്ടല്ല, മറിച്ച് റിസ്കുകളെ മുഖാമുഖം നേരിട്ട് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ചത് കൊണ്ടാണ് എന്ന് പുസ്തകത്തിൽ പറയുന്നു. പേഴ്സണൽ ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ്, പിന്നെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ എന്നിവയൊക്കെ പഠിപ്പിക്കുന്ന 12 പ്രധാന സിദ്ധാന്തങ്ങൾ ഈ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ഒരു നല്ല നിക്ഷേപകനാകാൻ നാം ഒഴിവാക്കേണ്ട ചില ബിഹേവിയറൽ മിസ്റ്റേക്കുകളും ബുക്കിലുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ബുക്കാണ് ഇതും. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് സ്കിൽസിൻ്റെ മൂർച്ച കൂട്ടാൻ, ഷാർപ്പൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന 5 ബുക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇതെല്ലാതും വായിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫേവറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബുക്കുകൾ ഏതാണെന്ന് കമൻറ്റായി അറിയിക്കുകയും ചെയ്യാമോ? പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കാനുള്ളത്, ട്രേഡിംഗ് വിത്ത് ഗ്രോ എന്നൊരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ചാനലിൽ ഒരു നല്ല ട്രേഡർ ആവാൻ നിങ്ങളെ സഹായിക്കുന്ന സ്റ്റോക്ക് ആൻഡ് ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ലൈക്ക് ചാർട്ട്സ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എല്ലാം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ട്രേഡിംഗ് ചാനൽ ഓൾസോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.